ബി.ജെ.പി കേന്ദ്ര നേതാക്കളെ മുൾമുനയിൽ നിർത്തുന്ന ഓർമ്മപ്പെടുത്തലുമായി തൃണമൂൽ കോൺഗ്രസ് എം.പി മഹുവ മൊയ്ത്ര. വർഷങ്ങൾ ഇത്രയും പിന്നിട്ടിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും വേട്ടയാടുന്ന ഒന്നാണ് ജസ്റ്റിസ് ബി.എച്ച് ലോയയുടെ മരണം. തൃണമൂൽ കോൺഗ്രസിന്റെ തീപ്പൊരിയായ എം.പി മഹുവ മൊയ്ത്ര കഴിഞ്ഞ ദിവസം ഈ വിഷയം ഒരിക്കൽ കൂടി അവരെ ഓർമ്മിപ്പിച്ചപ്പോൾ 10 വർഷങ്ങൾ പിന്നിട്ടിട്ടും നേതാക്കൾ ആ മരണത്തെയും തുടർ നടപടികളെയും ഭയക്കുകയും അതുപോലെ അടിച്ചമർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നതിന് തെളിവായിരുന്നു പാർലമെന്റിലെ പ്രതികരണം. അടിയന്തരാവസ്ഥയുടെ പേരിൽ കോൺഗ്രസിനെ പ്രതിസ്ഥാനത്ത് നിർത്തി ഭരണപക്ഷം ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മഹുവയുടെ ഓർമ്മപ്പെടുത്തൽ. അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിക്കെതിരെ വിധി പുറപ്പെടുവിച്ച ജഡ്ജി എച്ച് ഖന്നയെക്കുറിച്ച് രാവിലെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറയുകയുണ്ടായി. 1976 ആ വിധിക്ക് ശേഷം നീണ്ട 32 കൊല്ലം ഇവിടെ ജീവിച്ച ഖന്ന പിന്നീട് ആത്മകഥയും എഴുതി. എന്നാൽ പാവം ബി.എച്ച് ലോയ ഇനി ജീവിച്ചിരിപ്പില്ല എന്നായിരുന്നു മഹുവ മൊയ്ത്രയുടെ കുറിക്കൊള്ളുന്ന പ്രസംഗം. മഹുവയുടെ ഈ വിമർശനം ബി.ജെ.പിക്ക് കൊണ്ടുവന്നതിന് തെളിവായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ പ്രതികരണം. അവസാന കാലത്ത് സസ്പെൻഡ് ചെയ്യപ്പെട്ട മഹുവയെ ഇക്കാര്യം ഓർമ്മിപ്പിച്ച് താക്കീതിന്റെ സ്വരത്തിലാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജു സംസാരിച്ചത്. സുപ്രീം കോടതി തന്നെ തീർപ്പാക്കിയ ഒരു വിഷയമാണ് മഹുവ ആരോപിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഉചിതമായ പാർലമെന്റ് നടപടികൾ മഹുവയ്ക്ക് നേരിടേണ്ടി വരുമെന്നും കേന്ദ്രമന്ത്രി ഭീഷണിപ്പെടുത്തി. അമിത്ഷാ പ്രതി ചേർക്കപ്പെട്ട സൊഹ്റാബുദ്ദീൻ ഷെയ്ഖ് വ്യാജ ഏറ്റുമുട്ടൽ കേസ് പരിഗണിച്ച CBI ജഡ്ജിയായിരുന്നു ജസ്റ്റിസ് ബി.എച്ച് ലോയ. സൊഹ്റാബുദ്ദീൻ ഷെയ്ഖ് നിരോധിത സംഘടനയായ ലഷ്കർ-ഇ-തയ്യിബ അംഗമാണെന്നാരോപിച്ച് ഗുജറാത്ത് പോലീസ് വെടിവെച്ചു കൊല്ലുമ്പോൾ സംസ്ഥാന ആഭ്യന്തര സഹമന്ത്രിയായിരുന്നു അമിത്ഷാ. കേസിൽ അമിത്ഷാ ഉൾപ്പെടെ 18 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഒക്ടോബർ 31 നോട്ടീസ് അയച്ചു. എന്നാൽ മഹാരാഷ്ട്രയിൽ ഉണ്ടായിട്ടും അമിത്ഷാ ഹാജരായില്ല. ഇതോടെ അടുത്ത ഹിയറിംഗ് 2014 ഡിസംബർ 15 നീട്ടുകയും അന്നേ ദിവസം ഹാജരാകാൻ വീണ്ടും സമൻസ് പുറപ്പെടുവിച്ച് ഉത്തരവിടുകയും ചെയ്തു. 2014 നവംബർ 30 സഹപ്രവർത്തകന്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാനായി നാഗ്പൂരിലേക്ക് പോയ ലോയ താമസിച്ചത് സർക്കാർ അതിഥി മന്ദിരമായ രവിഭവനിലായിരുന്നു. ഇവിടെ വെച്ച് പുലർച്ചെ 4 മണിയോടെ നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അദ്ദേഹം രാവിലെ 6:15 മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ മരണശേഷം ചുമതലയേറ്റ ജസ്റ്റിസ് M.B. ഗോസ്വി 2014 ഡിസംബർ 30 അമിത്ഷായ്ക്കെതിരെ ഉണ്ടായിരുന്ന എല്ലാ ആരോപണങ്ങളും തള്ളുകയും വിചാരണയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. ജസ്റ്റിസ് മരിച്ച ശേഷം 2016 നവംബർ 21 അദ്ദേഹത്തിന്റെ സഹോദരി അനുരാധ കാരവാൻ മാഗസിന് നൽകിയ അഭിമുഖത്തിൽ ലോയയുടെ മരണവുമായി ബന്ധപ്പെട്ട ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. അന്നത്തെ ബോംബെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് മോഹിത് ഷായിൽ നിന്നും കടുത്ത സമ്മർദ്ദമുണ്ടായിരുന്നുവെന്നും അനുകൂല വിധി നൽകാൻ 100 കോടി രൂപ കൈക്കൂലി വാഗ്ദാനം ചെയ്തുവെന്നും അവർ ആരോപിച്ചു. മെഡിക്കൽ റിപ്പോർട്ടുകളെക്കുറിച്ച് കുടുംബം ഉന്നയിച്ച ആശങ്ക പിന്നീട് സുപ്രീം കോടതിയിൽ ഒരു പൊതു താൽപര്യ ഹർജിയിലേക്കും നയിച്ചിരുന്നു. ജസ്റ്റിസിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. എന്നാൽ പിന്നീട് ഇവർ രണ്ടുപേരെയും ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തി. അഭിഭാഷക പ്രവർത്തകൻ ശ്രീകാന്ത് ഖണ്ഡൽക്കറും റിട്ടയർഡ് ജഡ്ജി പ്രകാശ് തോംബ്രയുമായിരുന്നു ആ 2 പേർ. 2015 നവംബറിൽ ഖണ്ഡൽക്കറെ കെട്ടിടത്തിൽ നിന്ന് വീണ് മരിച്ച നിലയിലും 2016 മെയ് 16 ഹൈദരാബാദിലെ നാഗ്പൂരിൽ നിന്നും ബാംഗ്ലൂരിലേക്കുള്ള യാത്രയിൽ പ്രകാശ് തോംബ്രയെ സംശയാസ്പദമായ നിലയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. ലോയയുടെ പോസ്റ്റ്മോർട്ടത്തിൽ കൃത്രിമം നടന്നുവെന്നും പോസ്റ്റ്മോർട്ടം നടത്തിയത് മഹാരാഷ്ട്ര BJP മന്ത്രിയുടെ സഹോദരൻ ഡോക്ടർ മകരന്ദ് വ്യവഹാരെ ആയിരുന്നുവെന്നും മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് മകരന്ദ് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് മേൽനോട്ടം വഹിച്ചത്. എന്നാൽ രേഖകളിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ആളുടെ പേര് N.K. തുംറാം എന്നായിരുന്നു. ലോയയുടെ കുടുംബം ആരോപിച്ചതുപോലെ അദ്ദേഹത്തിന്റെ മൃതദേഹത്തിൽ മുറിവുകൾ ഉണ്ടായിരുന്നതായി ഒരു ആശുപത്രി ജീവനക്കാരെ സ്ഥിരീകരിച്ചു. കല്ലുകൊണ്ടുള്ള ഇടി കിട്ടിയതാവാം ആ മുറിവ്. ആക്രമണത്തിൽ തൊലിയിൽ പൊട്ടലുകളുണ്ട്. മൃതദേഹം പൊതിഞ്ഞ തുണിയുടെ തലഭാഗത്ത് രക്തം കട്ട പിടിച്ചിരുന്നു. ആ ഭാഗത്തുള്ള മുടിയും രക്തം കൊണ്ട് ഒട്ടിപ്പിടിച്ച നിലയിലായിരുന്നു. എന്നാൽ ഇവയൊന്നും റിപ്പോർട്ടിൽ എഴുതാൻ തുംറാമിന് മകരന്ദ് അനുവദിച്ചില്ല. പകരം സ്വാഭാവിക മരണമാണെന്നും ഹൃദയാഘാതമാണ് മരണത്തിന് കാരണമെന്നായിരുന്നു റിപ്പോർട്ടിൽ എഴുതിയിരുന്നത്. എന്നാൽ ലോയയുടെ മരണത്തിൽ തുടരന്വേഷണം വേണമെന്നത് വലിയ പൊട്ടിത്തെറികൾക്ക് കാരണമായി. ലോയയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസ് മുതിർന്ന ജഡ്ജിമാരെ ഏൽപ്പിക്കാതെ ജൂനിയർ ജഡ്ജിമാരെ ഏൽപ്പിച്ചതാണ് പൊട്ടിത്തെറിക്ക് കാരണമായത്. അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ദീപക് മിശ്ര കഴിഞ്ഞാൽ സുപ്രീം കോടതിയിൽ സീനിയോറിറ്റിയിൽ മുന്നിലുള്ള 2 മുതൽ 5 വരെയുള്ള 4 മുതിർന്ന ജഡ്ജിമാരായ ചെലമേശ്വർ, രഞ്ജൻ ഗൊഗോയ്, മദൻ ബി ലോക്കൂർ, കുര്യൻ ജോസഫ് എന്നിവർ പത്രസമ്മേളനം നടത്തി ഈ നടപടിയെ വിമർശിക്കുന്നതടക്കമുള്ള അസാധാരണമായ സംഭവങ്ങൾക്കും രാജ്യം സാക്ഷ്യം വഹിച്ചു. സൊഹ്റാബുദ്ദീൻ ഷെയ്ഖിനെയും ഭാര്യ കൗസർ ബെയെയും ഹൈദരാബാദിൽ തട്ടിക്കൊണ്ടുപോയ ശേഷം വെടിവെച്ചു കൊല്ലുകയായിരുന്നു എന്നാണ് കേസ്. ഗുജറാത്തിലെയും രാജസ്ഥാനിലും പ്രാദേശിക മാർബിൾ വ്യാപാരികളിൽ നിന്ന് പണം തട്ടിയെടുക്കുന്നുവെന്ന് ഷെയ്ഖിനെതിരെ പോലീസ് ആരോപണം ഉന്നയിച്ചിരുന്നു. ഇന്ത്യയിലെ കൊടും കുറ്റവാളിയായ ദാവീദ് ഇബ്രാഹിമുമായും മറ്റു കൂട്ടാളികളുമായി ഇയാൾക്ക് ബന്ധമുണ്ടെന്ന് ഗുജറാത്ത് പോലീസ് ആരോപിച്ചു.
ഗുജറാത്തിലെ കൊള്ളയടിക്കൽ റാക്കറ്റിൽ ഉൾപ്പെട്ടതിനു പുറമെ മധ്യപ്രദേശിലെ ആയുധക്കടത്തിലും ഷെയ്ഖ് ഉൾപ്പെട്ടിരുന്നു. കൂടാതെ ഗുജറാത്തിലും രാജസ്ഥാനിലുമെതിരെ കൊലപാതക കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആഗോള ഭീകര സംഘടനയായ ലഷ്കർ-ഇ-തോയ്ബയുമായും പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ഇന്റർ സർവീസ് ഇന്റലിജൻസുമായും ഷെയ്ഖിന് ബന്ധമുണ്ടെന്ന് പോലീസ് അവകാശപ്പെട്ടിരുന്നു. കൂടാതെ കൊലപാതകം നടത്തി സംസ്ഥാനത്ത് വർഗീയ കലാപം സൃഷ്ടിക്കാൻ ഇയാൾ പദ്ധതിയിട്ടതായും ആരോപിക്കപ്പെടുന്നു. ഇത്തരത്തിൽ കൊല്ലാൻ പദ്ധതിയിട്ടിരുന്ന പ്രധാന രാഷ്ട്രീയ നേതാവ് നരേന്ദ്രമോദിയാണെന്ന് ഒരു പ്രമുഖ നേതാവ് വെളിപ്പെടുത്തിയിരുന്നു. സൊഹ്റാബുദ്ദീൻ കൊല്ലപ്പെട്ടെന്ന് തന്നെ ഇയാളുടെ ഭാര്യ കൗസർബിയെയും കാണാതായിരുന്നു. കൊല്ലപ്പെടും മുമ്പ് കൗസർബി കൂട്ടബലാത്സംഗത്തിനും ഇരയായി. ഈ മൃതദേഹം പിന്നീട് കത്തിച്ചു കളഞ്ഞു എന്നാണ് റിപ്പോർട്ട്. ഒരു വർഷത്തിനു ശേഷം 2006 ഡിസംബർ 26 ഷെയ്ഖിന്റെ കൊലപാതകത്തിന് സാക്ഷിയായ കൂട്ടാളി തുളസിറാം പ്രജാപതി മറ്റൊരു പോലീസ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. ഈ രണ്ട് കേസും ഒന്നിച്ചാണ് CBI അന്വേഷിക്കുന്നത്. അമിത്ഷാ ഉൾപ്പെട്ട കേസിൽ പ്രതി ചേർക്കപ്പെട്ട 18 പേരിൽ രാജ്യത്തിന്റെ ഭരണസിരാ കേന്ദ്രങ്ങളുള്ള പല ഉന്നത ഉദ്യോഗസ്ഥരുമുണ്ടായിരുന്നു. മോദി അധികാരത്തിലേറിയതിന്റെ പിന്നാലെ അമിത്ഷാ അടക്കമുള്ളവരെ കുറ്റവിമുക്തരാക്കി ജസ്റ്റിസ് സദാശിവം ഉത്തരവ് പുറപ്പെടുവിച്ചു.